ഇയാളോട് ഞാൻ ഇഷ്ടം പറഞ്ഞിട്ട് കടന്നു കളഞ്ഞതാണ്. ഈ 3.5 വർഷം വേറെ ആരെയും പ്രണയിക്കാതെ വെയിറ്റ് ചെയ്തു. ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഒരുപാട് പ്രപ്പോസൽ ഉണ്ട്. കാരണം വെച്ചാൽ ഞാനൊരു ഡിസബിലിറ്റി പേഴ്സൺ ആണെന്ന് ഇൻസ്റ്റയിൽ ആർക്കും അറിയില്ല. ഇത് ഹൈഡ് ചെയ്യാൻ വേണ്ടിയിട്ടല്ല, എനിക്ക് താല്പര്യം ഇല്ലാത്തത്. ഇരുട്ടും വെളിച്ചവും എന്നൊക്കെ രീതിയിൽ നല്ല കമന്റുകൾ വരുന്നുണ്ട്. ബോഡി ഷേപ്പിംഗ് ഏറ്റവും കൂടുതൽ വരുന്നുണ്ട്. കഴുത്ത് വരെ ഓക്കെ, ബാക്കി മേപ്പോട്ട് എന്ത് പറ്റി, ഡാമേജ് ആണോ? ഞാൻ മനസ്സിലാക്കിയ നിഖിലിന് നെഗറ്റീവ്സ് മാത്രമാണ് ഞാൻ കേട്ടത്. ഏട്ടന്റെ കൂടെ നിൽക്കുന്നവർ തന്നെ ഏട്ടനെ നെഗറ്റീവ് പറയുന്നത് ഏട്ടനെ അറിയാം. ലവ് എന്ന് പറയുന്ന ചിഹ്നത്തിനകത്ത് വരുന്ന ആ ഒരു ഭംഗി, ആ ഒരു ചിത്രം ഫുള്ള് കറക്റ്റ് കാണിക്കുന്ന അദ്ദേഹം മാത്രമുണ്ട്. സ്നേഹിച്ചിട്ടുള്ളവരിൽ ഒരിടത്തും കിട്ടാത്ത ഒരു അതിൻ്റെ ഒരു മധുരം, അത് എനിക്ക് ഇവിടുന്ന് മനസ്സിലാളിന് എന്താണ് സ്ഥാനം എന്നുള്ള ആളിന് ഓൾറെഡി ഫീൽ ബോധ്യമുണ്ട്. ഞാനൊരു ഡിസബിലിറ്റി പേഴ്സൺ ആണെന്ന് റിയലൈസ് ചെയ്യുന്ന എല്ലാവർക്കും ഇങ്ങനെ ഒരു സ്റ്റോറി ഉണ്ടാവും. 3.5 years ഒന്നും അറിയാതെ വെയിറ്റ് ചെയ്തല്ല, എല്ലാം അറിഞ്ഞ് വെയിറ്റ് ചെയ്താണ്. ഹായ് ഓൾ, വെൽക്കം ടു ബി ഫോർ ബ്ലേസ് മലയാളം. ഇന്ന് നമ്മുടെ കൂടെ ജോയിൻ ചെയ്തിരിക്കുന്നത് നമ്മുടെ സ്വന്തം നിഖിലാണ് വിഷ്ണുപ്രിയാണ്. ഹായ്, വെൽക്കം ടു ദി ഷോ. താങ്ക് യു. വാലന്റൈൻസ് വീക്കിലേക്കൊക്കെ കടക്കുകയാണ്. നിങ്ങളുടെ ഫസ്റ്റ് വാലന്റൈൻസ് ഡേ ആണ് മാരേജ് കഴിഞ്ഞിട്ട് വരുന്നത് അല്ലേ? മാരേജ് അല്ല, എൻഗേജ്മെന്റ് കഴിഞ്ഞിട്ടല്ലേ? അല്ല, വാലന്റൈൻസ് ഡേ കഴിഞ്ഞിട്ടായിരിക്കും എൻഗേജ്മെന്റ് വരുന്നത്. Jan 26th അല്ലേ എൻഗേജ്മെന്റ്? February 26. Feb 26th എൻഗേജ്മെന്റ് വരുന്നത്. ഓക്കെ, അപ്പം നിങ്ങളുടെ ലാസ്റ്റ് ഈ ഒരു ലവ് സീരീസിലുള്ള ലാസ്റ്റ് വാലന്റൈൻസ് ഡേ ആണ് വരുന്നത്. നിങ്ങൾ പ്ലാൻ ചെയ്ത് വെച്ചിട്ടുണ്ടോ? അങ്ങനെയൊന്നുമില്ലേ, ഞങ്ങളുടെ ലൈഫിൽ പ്രീ പ്ലാൻ ചെയ്യാത്തതായതുകൊണ്ട് അപ്പോഴത്തെ ആ ഒരു ഇതുപോലെ. ഓക്കെ, അപ്പം നമുക്ക് കൂടുതൽ അറിയാനായിട്ട് പ്രേക്ഷകർക്ക് ആഗ്രഹം ഉണ്ടാവും. അപ്പം നിഖിലിന്റെ പ്രൊഫഷൻ എന്താണ്? ഞാൻ ഒരു അഡ്വക്കേറ്റ് ക്ലർക്കായിട്ട് വർക്ക് ചെയ്തിരുന്നു ഒരു 4 months മുമ്പേ. ഇപ്പം ഞാൻ എന്താ പറയുക, ആക്ടിങ് മേഖല എനിക്ക് ഓൾറെഡി എൻ്റെ പാഷനാണ്. ഇപ്പം ഞാൻ അതിൽ തന്നെ സ്റ്റില് ചെയ്യാണ്. പിന്നെ അതിലൂടെ അതിനിടയ്ക്ക് തന്നെ ഫ്രീ ടൈമിൽ ഞാൻ കൊറിയർ സർവീസിൻ്റെ ചെറിയൊരു ജോബുണ്ട്. അതിന് വണ്ടി ഉള്ളതുകൊണ്ട് അതിനും പോകും. ഓക്കെ, അപ്പോൾ വിഷ്ണുപ്രിയ ചേച്ചി അല്ലേ? 26. ഞാൻ 23, കുഴപ്പമില്ല. അപ്പൊ ചേച്ചി എന്താണ് ചെയ്യുന്നത്? ചെന്നൈയിലാണ്? അതെ. അപ്പോൾ ഞാൻ ഇവിടെ CC എന്നൊരു കോഴ്സ് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ അവിടെ എക്സാമിന് മുന്നേ തന്നെ ലക്കിൽ എനിക്ക് ചെന്നൈയിൽ ബാങ്കിൽ ജോബ് കിട്ടി, കസ്റ്റമർ കെയർ ആയിട്ടാണ്. അപ്പോൾ ഇപ്പം ജോയിൻ ചെയ്തിട്ട് 2 months ആവാൻ പോകുന്നേ ഉള്ളൂ അവിടെ. അപ്പം വാലന്റൈൻസ് വീക്ക് ആയതുകൊണ്ട് തന്നെ പ്രണയത്തെ കുറിച്ചായിരിക്കുമല്ലോ ഒരുപാട് ചോദ്യങ്ങൾ. നിങ്ങളുടെ പ്രണയകഥ എങ്ങനെയായിരുന്നു? ആരോട് എപ്പോ എങ്ങനെ ഇഷ്ടം പറഞ്ഞു? അത് ഒരു വലിയ കഥയാ. 6 വർഷം മുമ്പ് വെറുതെ ഞങ്ങള് ഇൻസ്റ്റയിലൂടെയാണ് ചാറ്റ് തുടങ്ങുന്നത്. ആദ്യം എനിക്ക് പ്രേമമൊന്നും തോന്നിയില്ല കേട്ടോ. ഞങ്ങള് ജസ്റ്റ് ഫ്രണ്ട്ഷിപ്പ് ഒക്കെ തോന്നി, ഇങ്ങനെ സംസാരിച്ച് വന്നപ്പോൾ ആള് ഈ മോഡലിങ് ഫോട്ടോഗ്രാഫിയോട് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ എന്നോടിങ്ങനെ പറഞ്ഞു, നമുക്കൊരു കപ്പിൾ ഫോട്ടോഗ്രാഫി നമുക്ക് സംഭവം തുടങ്ങാം, അങ്ങനത്തെ പേജുകളൊക്കെ ഉണ്ട്, നമുക്ക് അങ്ങനെയുള്ളവരോട്ടൊന്ന് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കതിൻ്റെ ആദ്യം നമുക്ക് കുറച്ച് കോസ്റ്റ്യൂം നമ്മളായിട്ട് തന്നെ എടുക്കുന്ന കോസ്റ്റ്യൂമിനൊക്കെ നമ്മളതിന് നമുക്കൊന്ന് തുടങ്ങാം. അങ്ങനെയാണ് ഞങ്ങൾ കമ്മ്യൂണിക്കേഷൻ കുറച്ച് തറവായി വരുന്നത്. അപ്പോൾ അങ്ങനെ കുറേ എൻ്റെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞ് കുറേ അടുത്തു. അപ്പോൾ ആളിൻ്റെ കുറേ ലൈഫ് സ്റ്റോറീസ് എന്നോട് പറഞ്ഞ് അതിൽ ഞാൻ ശരിക്കും പറഞ്ഞാൽ ഇഷ്ടപ്പെട്ടു പോയപ്പോൾ ഇപ്പൊ ആളുടെ ഇൻസ്റ്റയില് പക്ഷെ കണ്ടു കഴിഞ്ഞാൽ വീണ് പോയി. പക്ഷെ ആളുടെ ഇൻസ്റ്റ പേജ് കണ്ടുകഴിഞ്ഞാൽ നമുക്കങ്ങനെ തോന്നില്ല കേട്ടോ. ഇത്രയും പാസ്റ്റിൽ ഇത്രയും വേദനകൾ അനുഭവിച്ചിട്ടുള്ള ഒരാളാണെന്ന് കണ്ടാ പറയില്ല. അങ്ങനെ ഞാൻ ആളിനോട് ഇങ്ങനെ കാര്യങ്ങളൊക്കെ ചോദിച്ചു പറഞ്ഞു വന്നപ്പോൾ ആളിൻ്റെ എല്ലാ കാര്യങ്ങളും പറഞ്ഞ് എല്ലാം എനിക്ക് അക്സെപ്റ്റബിൾ ആയ ഒരാളായിരുന്നു 6 വർഷം മുമ്പ് എനിക്ക് തോന്നി. ഞാൻ അന്നേരം ആളിനോട് പറഞ്ഞു എനിക്കിങ്ങനെ ഒരു ഇഷ്ടമാണെന്ന് പറഞ്ഞു. ആള് പക്ഷെ ഒന്നും മറുപടി പറഞ്ഞില്ല. അങ്ങനെ മറുപടി പറയാതെ വന്നത് കൊണ്ട് ഞാൻ ബ്രേക്കപ്പ് ബ്ലോക്കൊന്നും ചെയ്തല്ലോ കേട്ടോ. ഞാൻ പയ്യെ ഡെയിലി മെസ്സേജ് അയച്ചുകൊണ്ടിരുന്നൊക്കെ ഇങ്ങനെ ബാക്ക് ചെയ്ത് ആളിൻ്റെ ഫോട്ടോയോ അല്ലെങ്കിൽ ഒരു പോസ്റ്റും കാണാത്ത ഒരു ബ്ലാങ്ക് ആയിട്ടുള്ള ഒരു ഏരിയയിലോട്ട് അയാളും പോയി ഞാനും പോയി. അതിനിടയ്ക്ക് എനിക്ക് വേറെ ചില ഇഷ്ടങ്ങളൊക്കെ വന്നു. അത് ബ്രേക്കപ്പ് ആയി പോയി. പിന്നെ അടുത്ത് വന്നു ഇങ്ങനെ പോയി അങ്ങനെ വന്നപ്പോൾ അങ്ങനെ പിന്നെ അതൊക്കെ എങ്ങനെ പോയി. പക്ഷെ ഒരെണ്ണം മനസ്സിൽ തറച്ചെനിക്ക്. അത് ഇൻസ്റ്റയിലെ ഒരു പേജ് കണ്ടിട്ട് ആളുടെ പേര് ഞാൻ പറയുന്നില്ല, ആളിനെ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. എനിക്ക് അങ്ങോട്ട് ഭ്രാന്തമായിട്ട് ഞാൻ സ്നേഹിച്ച ഒരാളായിരുന്നു. എന്നെ പോലെ തന്നെ ആളെ 8 മാസത്തോളം ഞാൻ സ്നേഹിച്ചു.
അപ്പം പക്ഷേ വൺ സൈഡ് ആയതുകൊണ്ട് തന്നെ ആദ്യമൊക്കെ എനിക്കൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നു. ഫസ്റ്റ് ഇംപ്രഷൻ ആയതുകൊണ്ടായിരിക്കാം മറുപടി എന്തെങ്കിലും പറയുമെന്ന് വിചാരിച്ചു. പക്ഷെ 8 മാസത്തോളം ആൾ ഒരു രീതിയിലുള്ള ഒരു റിയാക്ഷൻ, അത് എന്നെ ഇഷ്ടമാണെന്ന് ഞാൻ വെയിറ്റ് ചെയ്യുന്നതിൽ അർത്ഥമുണ്ടെന്ന് ഒന്നും എനിക്ക് റിക്വസ്റ്റ് തരുന്നില്ല. അതിങ്ങനെ മുന്നോട്ട് പോയി 8 മാസമായപ്പം എനിക്ക് തന്നെ എന്തോ ഒരു ഇത് തോന്നി. ഞാൻ നിന്നിട്ട് കാര്യമില്ല എന്ന് മനസ്സിലായപ്പോൾ ഞാൻ ആളിനോട് തന്നെ പറഞ്ഞു, ഞാനിത് ഇവിടെ കൊണ്ട് ബ്രേക്ക് ചെയ്ത് ഞാൻ പിന്നോട്ട് മാറുകയാണ്. കാരണം എനിക്കെന്തോ എനിക്ക് മനസ്സിലാക്കാൻ പറ്റാത്ത അവസരമൊക്കെ ഞാൻ തന്നെ വഴുതിപ്പോകും. എനിക്കതുകൊണ്ട് തന്നെ വേണ്ട, വയ്യ. അങ്ങനെ ഞാൻ പിന്നോട്ട് നിന്ന സമയത്തിന് ഇടയ്ക്ക് ഞാൻ കുറച്ച്, ഞാൻ പറഞ്ഞില്ലേ ഇതിന് മുമ്പിട്ട് ഒരു ഇഷ്ടമൊക്കെ ഉണ്ടായിരുന്നു, അതിൽ ബ്രേക്കപ്പ് ആയി നിന്ന സമയത്ത് ഇയാൾ എന്നെ ഒന്ന് വിളിച്ചു. അതെനിക്കൊന്ന് ഒരു വർഷം മുമ്പ് അല്ലേ, ഈ 6 വർഷം ഞങ്ങളുടെ കോണ്ടാക്ട് കഴിഞ്ഞ ശേഷം ഞങ്ങൾ കുറേ നാൾ ഞങ്ങൾ മിണ്ടാണ്ടിരുന്ന് ആളപ്പോൾ എന്നെ ഒന്ന് കോണ്ടാക്ട് ചെയ്തിട്ട് ആൾ ഈ ബ്രേക്കപ്പ് ആയ കാര്യങ്ങളെക്കുറിച്ച് എന്നോട് ചോദിക്കാനായിരുന്നു വന്നത്. അപ്പം ഞാൻ അന്നേരം ബ്രേക്കപ്പ് ആയതിൻ്റെ വിഷമത്തിലും അല്ലായിരുന്നു. അപ്പം ആൾ എൻ്റെ അടുത്ത് ഇങ്ങനെ ചോദ്യം ചോദിച്ചപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് പുറകിൽ നിന്ന് വീണ്ടും എന്നെ അമർത്തി കുത്തുന്ന പോലത്തെ വേദന വന്നു. ഞാൻ പറഞ്ഞു വെച്ചിട്ട് പോയി, അങ്ങനെ ഇങ്ങനെ വന്ന് പറഞ്ഞ് തമാറപ്പെടാറെന്ന് പറഞ്ഞ് ആളുടെ നമ്പരും ബ്ലോക്ക് ചെയ്ത്, ഇൻസ്റ്റയും ബ്ലോക്ക് ചെയ്ത്, എങ്ങനെയൊക്കെ ഒഴിവാക്കാവോ അങ്ങനെ എല്ലാം ഒഴിവാക്കിപ്പോയി. അങ്ങനെ പിന്നെ വീണ്ടും ഞാൻ ഈ മുമ്പ് പറഞ്ഞ ആ പെൺകുട്ടിയുടെ ഇതിലോട്ട് വന്നപ്പോൾ ഈ പെൺകുട്ടിയുടെ അടുത്ത് ഞാനിങ്ങനെ പറഞ്ഞു, എനിക്ക് കുറച്ച് നാളത്തേക്ക് ബ്രേക്ക് ചെയ്ത് ഞാൻ മാറുകയാണ്, എനിക്ക് എന്നെ ഇനി സ്നേഹിക്കണം, എനിക്കിനി സ്നേഹമോ പ്രണയമോ ഇതൊന്നും വേണ്ട, ഞാൻ എന്നെ സ്നേഹിച്ച് ഞാൻ മുന്നോട്ട് പോവുകയാണെന്ന് പറഞ്ഞു ഞാനിങ്ങനെ പോയപ്പം വീട്ടിൽ നിന്ന് എൻ്റെ ബ്രദർ എനിക്കൊരു ആലോചന ഉണ്ട്, ഇങ്ങനെ ആളുണ്ട് എന്ന് പറഞ്ഞു. അപ്പം ഈ ആളിൻ്റെ ഫോട്ടോ എനിക്ക് അയച്ചു തന്നു. അപ്പം ആളിനെ ഞാൻ ഓൾറെഡി വിളിക്കത്തേക്ക് കാണും. അപ്പം അങ്ങനെ എപ്പോഴോ ആളിൻ്റെ വേറെ നമ്പറിൽ നിന്നോ ഉണ്ടല്ലേ, ആ നമ്പർ എനിക്കറിയത്തില്ല, ആ നമ്പറിൽ നിന്നോ എന്തോ തോന്നുന്നു ആൾ എനിക്കൊരു ലൈക്ക്, എൻ്റെ സ്റ്റോറിക്ക് എവിടോ എനിക്കൊരു ലൈക്ക് ഞാൻ കണ്ടു, ഫേസ്ബുക്കിലാണോ എവിടാന്ന് അറിയത്തില്ല. ഞാൻ ലൈക്ക് മാത്രമല്ല, ഞാൻ ഫേസ്ബുക്കിൽ നോട്ട് ചെയ്ത ഏതൊരു വീഡിയോയുടെ വെള്ളി ക്യാപ്ഷൻ എൻ്റെ അകത്ത് സ്പെല്ലിംഗ് മിസ്റ്റേക്ക് വന്ന് അല്ലേ, അത് ആള് ഇതുപോലത്തെ കറപ്ഷൻ ചെയ്യണമെന്ന് പറഞ്ഞിട്ട് കമന്റിലിട്ട്. എനിക്ക് ദേഷ്യം തോന്നിയില്ല, അപ്പൊ എനിക്കൊരു കുറ്റബോധം തോന്നി, എന്തിനാ ഞാൻ ഇവിടെ ബ്ലോക്ക് ചെയ്തത്, അതെ എന്തിനാ ബ്ലോക്ക് ചെയ്യുന്നത്, എനിക്ക് ഈ കൈ കൊണ്ട് എന്റെ കർണക്കുട്ടി എനിക്ക് വേണ്ടി വിളിക്കുന്നത്. അന്നേരം ഞാൻ കുറ്റബോധം തലയിൽ കയറി ഭയങ്കരമായിട്ട് ഞാൻ തന്നെ കരയാൻ തുടങ്ങി. ഞാനിപ്പോൾ പെട്ടെന്ന് ബ്ലോക്കൊക്കെ മാറ്റി ഇങ്ങനെ ഇരുന്ന് ആലോചിച്ച് ആയിരുന്നോ, ജസ്റ്റ് ഒരു ഹായിട്ട് ആള് തിരിച്ച് ഒരു 2-3 സെക്കൻഡ്സ് ആള് തിരിച്ച് ഹായിട്ട് വിശേഷങ്ങളൊക്കെ ചോദിച്ച് എന്താണ് എങ്ങനെയാണ്. അപ്പം അന്ന് ഞാൻ വയലിനായിട്ട് സംസാരിച്ച കാര്യങ്ങളൊന്നും ആളെന്നോട് ചോദിച്ചില്ല. വീട്ടിൽ നിന്ന് പ്രപ്പോസൽ വന്ന കാര്യം ഇതൊന്നും പറയുന്നില്ല. അതിനാൾ എൻ്റെ അടുത്ത് ഇങ്ങോട്ട് ചോദിച്ച് എന്താണ് ഇപ്പോൾ സ്റ്റിൽ, എന്താണ് കാര്യങ്ങൾ, വിശേഷങ്ങൾ, ഇപ്പം എന്ത് ചെയ്യുന്നു, എങ്ങനെയാണ് പോകുന്നത്, നമ്മൾ കുഴപ്പമില്ല ഇങ്ങനെയൊക്കെ പോകുന്നു. അപ്പം മാരേജിനെ കുറിച്ച് ചിന്തിക്കുന്നുണ്ടോ. അപ്പം ഞാൻ തിരിച്ച് ആളിൻ്റെ പാസ്റ്റ് ലൈഫിൽ അന്ന് എന്നോട് പറഞ്ഞ കാര്യങ്ങളെ കുറിച്ചിട്ട് ഇതിനിടയ്ക്ക് ഞാൻ ചോദിക്കുന്നുണ്ട്. അപ്പം ആള് മറുപടി പറഞ്ഞ് അതിനെ എൻഡ് ചെയ്ത് കുഴപ്പമില്ല ഫൈൻ എന്നുള്ള രീതിയിൽ മറുപടിയിൽ അവിടെ ഒതുക്കി. അപ്പം എന്നിട്ട് എന്നോട് ചോദിച്ച് എന്താ ഇനിയും തുടർന്നുള്ള കാര്യം, മാരേജിനെ കുറിച്ച് ചിന്തിക്കുന്നുണ്ടോ, ആരെങ്കിലും ഉണ്ടോ, ആരെങ്കിലും ഉണ്ടോ എന്ന് പറഞ്ഞ്. പ്രണയങ്ങൾ ഒരുപാട് കൂടിപ്പോയതുകൊണ്ടാണോ എന്നറിയത്തില്ല, അതുകൊണ്ട് ഒരുപാട് വേദനകൾ ഞാൻ അനുഭവിച്ചു, ഒരുപാട് മനപ്രയാസപ്പെട്ടു, ഞാൻ കുറ്റബോധമുണ്ട്. അതുകൊണ്ട് ഇനി ഒരു പ്രണയത്തിലോട്ട് ഞാൻ പോകുന്നില്ല, നിർത്തി, വാളും പരിചയം തത്വച്ചു. ഒരിക്കൽ ഇയാളോട് ഞാൻ ഇഷ്ടം പറഞ്ഞിട്ട് കടന്നു കളഞ്ഞതാണ്. തിരിച്ചെന്താന്ന് ഇയാൾ മറുപടി പറയാത്തതുകൊണ്ട് നോയിന്നായിരിക്കും വിചാരിച്ചിട്ട് ഞാൻ ബ്ലോക്ക് ചെയ്തു. അതുകൊണ്ട് ഇനി എനിക്കൊരു പ്രണയത്തെക്കുറിച്ച് ചിന്തയില്ല എന്ന് ഞാൻ അത്ര പറഞ്ഞുള്ളൂ. പിന്നെ എന്നോട് ഇങ്ങോട്ട് പറഞ്ഞൊരൊറ്റ കാര്യം, ചേട്ടൻ എന്നെ സ്വീകരിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ എത്ര കാലം വേണമെങ്കിലും ഞാൻ കാത്തിരിക്കും. അതൊരൊറ്റ ഫ്ലോയിൽ പറഞ്ഞത് എനിക്ക് ആദ്യം കാത്തിയില്ല. എന്താ പറയുന്നത് ഓൾറെഡി ഒരു 3.5 years വെയിറ്റിംഗ് ആണ് ഞാൻ. അത് പറഞ്ഞു പോയതിന് 3.5 വർഷം വേറെ ആരെയും പ്രണയിക്കാതെ വെയിറ്റ് ചെയ്തു, ഒരു വിവരവും കിട്ടാതെ. ഇതിനിടയ്ക്ക് ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഒരുപാട് പ്രപ്പോസൽ ഉണ്ട്. കാരണം എന്ന് വെച്ചാൽ ഞാനൊരു ഡിസബിലിറ്റി പേഴ്സൺ ആണെന്ന് ഇൻസ്റ്റയിൽ ആർക്കും അറിയില്ല. എൻ്റെ ഇൻസ്റ്റാ അക്കൗണ്ട് നോക്കിക്കഴിഞ്ഞാൽ അറിയാം ഞാൻ എങ്ങും ഒരു ഡിസബിലിറ്റി പേഴ്സൺ ആണെന്ന് അറിയാത്ത രീതിയിലുള്ള പോസ്റ്റുകളും കാര്യങ്ങളും ഞാൻ ഇട്ടുകൊണ്ടിരിക്കുന്നത്. അത് ഹൈഡ് ചെയ്യാൻ വേണ്ടിയിട്ടല്ല, എനിക്ക് താല്പര്യം ഇല്ലാത്തതുകൊണ്ട്, ആ ഒരു രീതിയിലുള്ള ടോക്കിനോട് എനിക്ക് താല്പര്യം ഇല്ലാത്തത് കൊണ്ട് ഞാൻ അങ്ങനെ. അപ്പൊ പ്രപ്പോസലും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. എന്തെങ്കിലും ഇഷ്ടമുണ്ടോ എന്ന് ചോദിക്കുന്നവർക്ക് ഇല്ലാന്നേ ഞാൻ പറയുന്നുള്ളൂ. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ കാത്തിരിപ്പെന്ന് പറയുന്നത് നമ്മുടെ മാത്രം സ്വകാര്യതയല്ലേ.
അത് വേറൊരാളിലേക്ക് കൊണ്ട് കണക്ട് ചെയ്ത് അതിനെ റിലേറ്റ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസിനോട് എനിക്ക് താല്പര്യമില്ല. ബട്ട് ഞാൻ സ്റ്റിൽ 3.5 years ആയിട്ട് പ്രതീക്ഷയിലാണ് ആ ഒരു 3.5 വർഷം കാത്തിരുന്നത്. ഞാൻ എൻ്റെ ലൈഫിൽ ഞാൻ പഠിച്ചൊരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ആത്മാർത്ഥമായിട്ട് ഒരു കാര്യം ആഗ്രഹിക്കുകയാണെന്നുണ്ടെങ്കിൽ എന്തും ആയിക്കൊണ്ടോട്ടെ, ലവ് ആണെങ്കിലും എന്തായാലും അത്രയും കണക്ഷനോടുകൂടി നമ്മൾ ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് വേണ്ടിയിട്ട് നമ്മൾ ആ മൂവിയിലൊരു മൂവി ഉണ്ട് അതിൽ നമുക്ക് വേണ്ടിയിട്ട് യൂണിവേഴ്സ് അത് കൊണ്ടുതരും നമുക്ക്. അത് ഉറപ്പാണ്. എനിക്ക് ആ ഒരു ഹോപ്പ് ഉണ്ടായിരുന്നു. പിന്നെ നമ്മളിപ്പോൾ ഒരാളൊന്ന് ഇഷ്ടമാണെന്ന് പറഞ്ഞിട്ട് ഫ്യൂ മിനിറ്റ്സ് അല്ലെങ്കിൽ ഫ്യൂ ഡേയ്സ് എടുത്തിട്ടാണ് എനിക്കിഷ്ടമാണ് എന്ന് തിരിച്ച് പറഞ്ഞതല്ല. ഞാൻ പുള്ളിയെ അറിയാൻ തുടങ്ങിയ അന്ന് മുതൽ ഈ സെക്കൻഡ് വരെയും പിന്നെ നെഗറ്റീവ്സ് മാത്രമേ കേട്ടിട്ടുള്ളൂ. പുള്ളി അങ്ങനെയാണ്, പുള്ളി പെൺപിള്ളേരെ ഫുള്ള് വളയ്ക്കും, എന്നിട്ട് കുറച്ച് ദിവസം അതൊക്കെ കേൾക്കുമ്പോ ഒരു പ്രതീക്ഷ നഷ്ടപ്പെട്ടിട്ടില്ല. ഇല്ല. കാരണം ഞാൻ മനസ്സിലാക്കിയ നിഖിലിന് നെഗറ്റീവ്സ് മാത്രമാണ് ഞാൻ കേട്ടത്. അപ്പം നമുക്ക് എല്ലാവർക്കും ചിന്തിക്കാവുന്ന കാര്യമുള്ളൂ. ഇപ്പോൾ നമ്മളൊരാളുടെ നെഗറ്റീവ് മാത്രം കേൾക്കുകയാണെന്നുണ്ടെങ്കിൽ ഓപ്പോസിറ്റ് ഉള്ളത് പോസിറ്റീവാണ്. പക്ഷേ നമ്മൾ ഒരാളെ ഇഷ്ടപ്പെട്ടാൽ ഒരു 100 കാര്യങ്ങൾ അയാളെ വെറുക്കാനുണ്ടെങ്കിലും ഒരു കാര്യം നമുക്ക് ഇഷ്ടപ്പെടാൻ അതേ ഉള്ളൂ. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യം എന്താണെന്നറിയോ? ഏട്ടന്റെ കൂടെ നിൽക്കുന്നവർ തന്നെ ഏട്ടനെ നെഗറ്റീവ് പറയുന്നത് ഏട്ടനെ അറിയാം. പക്ഷെ ഒരിക്കൽ പോലും ആൾ അവരുടെ അടുത്ത് പോയി നീ എന്തിനാ ഇപ്പം എൻ്റെ അടുത്താണ് വന്നിട്ട് ഇപ്പം ഇയാൾ വന്നിട്ട് എൻ്റെ അടുത്ത് നിന്ന് ക്ലോസ് ആയിട്ട് സംസാരിച്ചിട്ട് അപ്പുറത്ത് പോയിട്ട് എനിക്കറിയാന്നുള്ളൊരു പേഴ്സണൽ അടുത്ത് അവൾ എങ്ങനെയാന്ന് പറയുമ്പോൾ ഞാനത് അറിയുമ്പോൾ എനിക്കൊരു സ്വാഭാവികമായിട്ട് ദേഷ്യം വരും. ഞാൻ റിയാക്ട് ചെയ്യും. നീ എന്തിനാ അങ്ങനെ ചോദിച്ചിട്ടുണ്ടെങ്കിലും ചോദിക്കും. പക്ഷെ പുള്ളി എന്ന് പറഞ്ഞാൽ പുള്ളിയുടെ കൂടെ നിന്ന് പുള്ളിയെ ചേർത്ത് പിടിക്കുന്നവർ തന്നെ പുള്ളിയെ അപ്പുറത്ത് മാറി നിന്ന് നെഗറ്റീവ് അടിച്ചാൽ പോലും മനസ്സിൽ പോലും വെക്കത്തില്ല. അത് ഇവിടെ കൂടെ കേട്ട് ഇവിടെ കൂടെ കളയും, ഹോൾഡ് ചെയ്യിക്കത്തില്ല. അത് എനിക്ക് ഭയങ്കര അതൊന്നും പെട്ടെന്ന് ഒരു പേഴ്സണും കിട്ടാത്തൊരു ക്വാളിറ്റിയാണ്. അത്രയും ഞാനും കണ്ടുള്ളൂ. അങ്ങനെയുള്ള പേഴ്സൺസ് നമ്മുടെ കൂടെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ ലൈഫിൽ നമ്മളെ നെഗറ്റീവ് ആക്കാൻ വേണ്ടിയിട്ട് ആരെങ്കിലും ഉണ്ടെങ്കിൽ പോലും അത്രേ ഉള്ളൂ. അതാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട ക്വാളിറ്റി. ഇവരുടെ കൂടെ നിൽക്കുന്നവർ തന്നെയാണ് എന്നെ വിളിച്ചിട്ട് നിഖിൽ അങ്ങനെ അവർക്ക് അറിയില്ല കേട്ടോ. ഇപ്പൊ ഞങ്ങൾ ഈ വീഡിയോ ഇട്ടപ്പോഴാണ് അറിയുന്നത് ഞങ്ങൾ തമ്മിൽ കമ്മിറ്റഡ് ആണ്. നിഖിൽ ഇപ്പം കല്യാണം കഴിക്കാൻ പോകുന്ന പെൺകുട്ടി ഇതാണ് എന്നുള്ളത്. പിന്നെ എന്തിനാണ് നിഖിലിനെ പറ്റിയിട്ടുള്ള റൂമേഴ്സ് വിളിച്ചു പറഞ്ഞുകൊണ്ടിരുന്നത്? ഇവര് പറഞ്ഞു ഇപ്പൊ ഞങ്ങൾ റിലേഷനിലായിട്ട് ഇപ്പൊ ഒരു ഞങ്ങൾ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം സ്നേഹിക്കാൻ തുടങ്ങിയിട്ട് ഒരു 3-4 months ആയി. ഈ സമയത്ത് പോലും ഇവരുടെ കൂടെയുള്ള ആൾക്കാർ എന്നെ വിളിച്ച് നെഗറ്റീവ് പറഞ്ഞിട്ടുണ്ട്. അപ്പോഴും ഞാൻ സ്വാഭാവികമായിട്ട് കേൾക്കുന്നത് പോലെ കേട്ടു. ഫൈനലി ഞങ്ങളൊരു തീരുമാനം എടുത്തു, ഇനി വരുന്ന നെഗറ്റീവ്സിന് ഏട്ടൻ മറുപടി കൊടുക്കണ്ട, ഞാൻ മറുപടി കൊടുത്തരാം. കാരണം ഞാനാണ് ഈ 3.5 years ഞാനാണ് നെഗറ്റീവ് ഫുള്ള് കേട്ടത്. സോ ഇനി എനിക്ക് റിയാക്ട് ചെയ്യാലോ. ആ റിയാക്ട് അപ്പൊ തൊട്ട് ആ റൈറ്റ് ഉണ്ട്. ആരാന്ന് ചോദിക്കുമ്പോഴത്തേക്കും ഇന്നാളെ പറയാനുള്ള ഒരു കോൺഫിഡൻസ് ഉണ്ടല്ലോ. ആളെ എന്നോട് പല നിമിഷവും ഞങ്ങളെ ഇപ്പം പറഞ്ഞതിനോട് 3 മാസം ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്തത് തുടങ്ങിയിട്ടില്ലേ, ആൾ അന്നേരം എൻ്റെ ഫോണിലാണെങ്കിലും അല്ലെങ്കിൽ എൻ്റെ ഇൻസ്റ്റയിലാണെങ്കിലും എൻ്റെ കോൺടാക്ട് ആളിരിക്കുമ്പോൾ തന്നെ എനിക്ക് കോൾ വരുമ്പോൾ ഇന്ന ആൾ വിളിക്കുന്നത് ഞാൻ ഫോൺ എടുക്കുന്നതാണ്. അപ്പോൾ സംസാരിക്കും. അത് കഴിഞ്ഞ് എന്നോട് ചോദിക്കും ഇവരോട് ഇപ്പോഴും കോൺടാക്റ്റ് ഉണ്ടോ? പറയാണ്ട് കുഴപ്പമില്ല. അപ്പോൾ ആദ്യം എന്നോട് പണ്ടത്തില്ലായിരുന്നു. പിന്നെ പറഞ്ഞ് എന്നെ അതിൽ നിന്ന് ഗ്യാപ്പ് ഇടാൻ നോക്കുന്നു. എന്നിട്ട് എന്തിനാ അങ്ങനെ ചെയ്യുന്നത്? അത് വേണ്ട, ആ ഫ്രണ്ട്ഷിപ്പാണ് നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ദോഷം ചെയ്തത്. ഞാൻ പറഞ്ഞ എന്താ ദോഷം? അവരാണ് ഇന്ന പോലുള്ള കാര്യങ്ങൾ എന്നോട് ഇന്നതുപോലെ അറിയിക്കുന്നത്. ഞാൻ പറഞ്ഞു ഓക്കെ അങ്ങനെയാണോ? അങ്ങനെയാണ്. ഒന്നുകിൽ അവരോടത് പ്രതികരിക്കണം, അല്ലെങ്കിൽ അവരുടെ നമ്പർ ബ്ലോക്ക് ചെയ്യും. അപ്പോൾ അതിൻ്റെ ഒന്നും ആവശ്യമില്ല. ഇതിനാ അതിൻ്റെ ആവശ്യം? ഇപ്പം എന്നോട് ഇപ്പം ചേച്ചി തന്നെ എന്നോട് നീ അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്നോട് ചോദിച്ചാൽ ഞാൻ ചേച്ചിയോട് തിരിച്ചു ചോദിക്കുന്ന ഒറ്റ ചോദ്യമേ ഉള്ളൂ, ആ പറഞ്ഞ കാര്യത്തിൽ വിശ്വസിക്കുന്നുണ്ടോ എന്ന് ചോദിക്കും. വിശ്വസിക്കുന്നുണ്ടെങ്കിലുണ്ട്, ഇല്ലെങ്കിലില്ല. ഇനി ഉണ്ടെങ്കിൽ തന്നെ ആ വിശ്വാസത്തിൻ്റെ ബാക്കി പത്രമായിട്ട് എന്നോട് എങ്ങനെയാണ് പ്രതികരിക്കുന്നതെന്ന് ചിന്തിക്കുന്ന ചേച്ചിയല്ലേ. ഇവനെ ഒരു ഗ്യാപ്പിൽ നിർത്തണം, അല്ലെങ്കിൽ അവൻ എന്തോ ആയിക്കോട്ടെ അവൻ എന്നോട് എങ്ങനെയാണ് എന്നുള്ളത് മാത്രമേ ഞാൻ ആ ഒരു കാര്യം വെച്ചത്. അല്ലാതെ ശത്രുവായിട്ട് ആരെയും എനിക്ക് കാണാൻ എനിക്ക് താല്പര്യമില്ല. കാരണം ഇപ്പം ഇത് ഈ വിഷ്വൽ കാണുമ്പോൾ തന്നെ പിന്നെ പല വ്യക്തികളും കണ്ടിട്ട് ചിലപ്പോൾ ചിലപ്പോൾ എന്നോട് എന്തെങ്കിലും ഇത് തോന്നുമായിരിക്കും, അല്ലെങ്കിൽ വിഷമം തോന്നുമായിരിക്കും. എന്ത് തോന്നിയാലും എനിക്ക് അവരോടും ശത്രുത ഇല്ല, ഞാൻ വെച്ചുകൊണ്ടിരിക്കുന്നില്ല എന്നുള്ളതാണ്. പിന്നെ ആള് വന്നു കഴിഞ്ഞപ്പോൾ തന്നെ പക്ഷെ എനിക്ക് ഒരുപാട് സിൻസിയർ ലവിൻ്റെ ഒരു ഔട്ടർ ഫുള്ളല്ലേ. ലവ് എന്ന് പറയുന്ന ചിഹ്നത്തിനകത്ത് വരുന്ന ആ ഒരു ഭംഗി, ആ ഒരു ചിത്രം ഫുള്ള് കറക്റ്റ് കാണിച്ചു തന്ന അദ്ദേഹം മാത്രം കേട്ടോ. അത് ഞാൻ ഇതുവരെ ഞാൻ സ്നേഹിച്ചിട്ടുള്ളവരിൽ അല്ല 1 side ആണെങ്കിലും 2 side ആണെങ്കിലും
സ്നേഹിച്ചിട്ടുള്ളവരിൽ ഒരിടത്തും കിട്ടാത്ത ഒരു അതിൻ്റെ ഒരു മധുരം അത് എനിക്ക് ഇവിടുന്ന് അത് പറയാതിരിക്കാൻ വയ്യ. അതെനിക്ക് ഇപ്പോഴും കിട്ടിക്കൊണ്ടിരിക്കുന്നു. ഞാനത് ജീവിതകാലം മുഴുവൻ ആ ഒരു മധുരം ആസ്വദിക്കാൻ കഴിയട്ടെ. അതെ അതെ തിരിച്ച് ഞാനത് കൊടുത്തിട്ടുണ്ടോ കാരണം എന്നെ പക്ഷെ ഇതൊക്കെയാണെന്ന് പറഞ്ഞാലും ഇത്രയും എൻ്റെ പാസ്റ്റിൽ ഇത്രയും നെഗറ്റീവ് കേട്ട് അറിഞ്ഞ് മനസ്സിലാക്കിയ ഒരാൾ ഇനിയും ഇപ്പം നമ്മൾ ഒരുമിച്ചൊരു ജീവിതം തുടങ്ങാൻ പോവുകയാണെന്ന് അറിയുമ്പോൾ പിന്നെ എന്നെ ഒരു കൂച്ചുവലം കിടാനല്ല ആൾ ശ്രമിക്കരുത്. എന്നിട്ടും ആ ഒരു ഫ്രീഡത്തിന് എനിക്ക് ഒരു ഇത് തരുന്നുണ്ട്. ഞാനും ആളും കൂടെ വണ്ടിയെല്ലാം റൈഡ് പോകുമ്പം അത്യാവശ്യം ആളുകളും കണ്ട എന്നെ ഓൾമോസ്റ്റ് എന്നെ ഒട്ടുമിക്ക ആൾക്കാർക്കും ഈ അമൃത TV അങ്ങനെ ടെലിവിഷൻ ഷോയിലൊക്കെ കണ്ട എല്ലാവർക്കും അറിയാം. അപ്പോൾ കാണും, ഫോട്ടോ എടുക്കും. ചിലപ്പോൾ ആളിരിക്കുക തന്നെ എൻ്റെ കൂടെ ഫോട്ടോ എടുക്കും, നമ്പർ മേടിക്കും. ചിലപ്പം അൺനോൺ നമ്പറിൽ നിന്ന് കോൾ വിളിച്ചിട്ട് ചേട്ടാ ഞാൻ ചേട്ടൻ്റെ ആരാധിക്കുകയാണ് അങ്ങനെ എങ്ങനെയാണ് പറയും. അപ്പോൾ പുള്ളിക്കാരത്തി അത് കേൾക്കും. വേണമെങ്കിൽ പുള്ളിക്കാരത്തിക്ക് അത് റിയാക്ട് ചെയ്യാം. ഏത് എന്തിനാ മനസ്സിൽ എന്താ വിശ്വാസമാണ്. അതെ ടെൻഷൻ ഉണ്ടാവും. പക്ഷെ ആള് കുഴപ്പമില്ല. ഞാൻ എങ്ങനെയാണ് ആളിനെ കൊണ്ടു നടക്കുന്നത്, എൻ്റെ മനസ്സിൽ ആളിന് എന്താണ് സ്ഥാനം എന്നുള്ള ആളിന് ഓൾറെഡി ഫീൽ ചെയ്യുന്നുണ്ട്. ഒരു കാര്യത്തിൽ 2-3 കമൻറ്റുകൾ ഞാൻ പറയുന്നില്ല. ഇരുട്ടും വെളിച്ചവും എന്നൊക്കെ രീതിയിൽ നല്ല കമന്റുകൾ വരുന്നുണ്ട്. ഞാനിതൊക്കെ കേട്ട് നല്ല കൊള്ളാം കേട്ടിട്ടുണ്ട്. അപ്പൊ കളറൊക്കെ ബേസ് ചെയ്തിട്ട് ഓൾറെഡി തന്നെ വീഡിയോസിന് താഴെ സ്ക്രോൾ ചെയ്ത് നോക്കുമ്പോഴത്തേക്ക് കമന്റ്സിൽ ഓൾറെഡി തന്നെ നിറത്തിന്റെ പേരിൽ കമന്റ് ഉണ്ട്. അപ്പൊ ഇതും കൂടെ ഒരു 1-2 കമന്റ് വന്നു കഴിഞ്ഞാൽ അത് തന്നെ ഹൈലൈറ്റ് ചെയ്ത് എല്ലാവരും എടുക്കും. അതിനെ ബേസ് ചെയ്തിട്ട് പിന്നെ ഒരു ചർച്ചകളാവും. എനിക്ക് അതിനോട് താല്പര്യമില്ല. പക്ഷെ പുറത്തേക്കുള്ള ഒരു ഫിസിക്കൽ അപ്പിയറൻസിനേക്കാളും കൂടുതൽ മനസ്സിന്റെ പൊരുത്തം, അണ്ടർസ്റ്റാൻഡിങ് ഒക്കെയാണ് നമുക്കൊരു ലൈഫ്. നല്ല റിയാക്ഷൻ ഉള്ള ആൾക്കാരും ഉണ്ട് കേട്ടോ, അതും നമ്മൾ പറയണം. 1-2 കമന്റുകൾ ഞാൻ ശ്രദ്ധിച്ചതിനകത്ത് നിറമല്ലല്ലോ ഭംഗി, മനസ്സിന്റെ ഭംഗിയാണ് ഏറ്റവും വലിയ ലൈഫ് നൽകുന്നതെന്നൊക്കെ പറയുന്നത് നല്ല കമന്റുകൾ വായിച്ചിട്ടുണ്ട്. പക്ഷെ അതിനിടയ്ക്ക് ഇങ്ങനെയൊക്കെയുള്ള പക്ഷെ ഞാനത് വായിക്കുന്നതിന് രസമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. ആളിനത് നമ്മളെപ്പോഴും അങ്ങനെ ആയിരിക്കുമല്ലോ, നമുക്കായിരിക്കും അവർക്ക് അത്. ഒന്നാമത്തെ കാര്യം എനിക്ക് തോന്നുന്നു നിഖിൽ ഓൾറെഡി എക്സ്പോസ്ഡ് ആണ് ഇങ്ങനെ കമന്റ്സും കാര്യങ്ങളും. എന്തായാലും ഏതൊരു നല്ല കാര്യം പോസ്റ്റ് ചെയ്താലും എല്ലാ ആൾക്കാർക്കും അതിനെ കുറ്റം പറയാൻ ഒരു വീഡിയോ കമന്റ്സ് എന്തെങ്കിലുമൊക്കെ വരും. അപ്പം അതിന് ഓൾറെഡി എക്സ്പോസ്ഡ് ആണ്. ഇപ്പൊ പതുക്കെ അല്ലേ പബ്ലിക് ലൈഫിലേക്ക് വരുന്നുള്ളൂ. അതിന്റെ ഒരു സ്ട്രഗിൾ ആയിട്ടാണ് എനിക്ക് തോന്നുന്നത്. അതെ, ഒരു ചെറിയ കുഞ്ഞു കമന്റ് എനിക്കെതിരെ വന്നു കഴിഞ്ഞാൽ ഞാൻ വലിയ റിയാക്ഷൻ കൊടുക്കത്തില്ല. കാരണം എന്ന് വെച്ചാൽ എനിക്ക് അങ്ങനെ പെയിൻ ആവത്തില്ല. എനിക്ക് അങ്ങനത്തെ ഒരു ക്യാരക്ടർ. എനിക്ക് എന്ത് വലിയ കാര്യങ്ങൾ വന്നാലും ഞാൻ അതെന്റെ ലൈഫിൽ നിന്ന് ഞാൻ എക്സ്പീരിയൻസ് ചെയ്തതാ. എന്ത് വലിയ കാര്യം വന്നാലും ഞാൻ അതിനെ ഇത് കുറച്ച് നിമിഷം അത് കഴിയുമ്പോഴത്തേക്ക് ലൈഫ് കിടക്കുമല്ലേ, കുഴപ്പമില്ല എന്നുള്ള മറ്റ്. ചേട്ടൻ എന്തെങ്കിലും പറയുന്നത് എനിക്ക് പെട്ടെന്ന് ഇതാവും. ഞാൻ കുറേ കമന്റിന് ഞാൻ തന്നെ റിയാക്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ എന്റെ അടുത്ത് പറയുന്നുണ്ട് എന്തിനാ അങ്ങനെ റിയാക്ട് ചെയ്യുന്നത്, അതിന്റെ ആവശ്യമൊന്നുമില്ല. അത് കൊടുക്കേണ്ട ആൾക്കാർ ഈ വീഡിയോ കാണുന്നവര് തന്നെ അതിന് റിപ്ലൈ കൊടുത്തോളൂ. നീ ആയിട്ട് കമന്റ് റിപ്ലൈ കൊടുക്കാൻ പോകണ്ടെന്ന് പറയും. പക്ഷെ പറ്റത്തില്ല. ചില കമന്റ് കാണുമ്പോഴത്തേക്കും ഭയങ്കരമായിട്ട് ദേഷ്യം വരും. ഏത് രീതിയിലാണ് റിയാക്ട് ചെയ്യാറ്? ബോഡി ഷേമിംഗ് ഏറ്റവും കൂടുതൽ വരുന്നുണ്ട്. കമന്റ് വരുന്നതാണ് അത് ഭയങ്കര. എപ്പോഴെങ്കിലും അങ്ങനെ ഇൻസൾട്ട് ആക്കപ്പെട്ടിട്ടുണ്ടോ? ഒരുപാട് ഏതെങ്കിലും ഒരു സ്ഥലത്ത് എന്തിനെങ്കിലും ആവശ്യത്തിന് പോയിട്ട് അങ്ങനെ എന്തെങ്കിലും കൊക്കാവോ എന്നൊക്കെ ഉള്ള ടോക്കുകളുണ്ടല്ലോ, ഒരുപാടുണ്ടായിട്ടുണ്ട്. എന്താടാ കഴുത്ത് വരെ ഓക്കെ, ബാക്കി മേപ്പോട്ട് എന്ത് പറ്റി, ഡാമേജ് ആണോ? അതൊക്കെ കേൾക്കുമ്പോ ഇപ്പൊ പുഞ്ചിരിയാണ്. എനിക്ക് ഓൾമോസ്റ്റ് കൊള്ളാം, നല്ല എനിക്ക് തോന്നുന്നത് എന്താണെന്നറിയോ, നമ്മളെ പോലുള്ളവരെല്ലാവരും ഫസ്റ്റ് ഉണ്ടാവുന്ന ഒരു ഷോക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇങ്ങനെയാണ് എന്ന് നമ്മൾ റിയലൈസ് ചെയ്യുന്ന ഒരു ടൈമുണ്ട്. ഞാൻ ഇങ്ങനെയാണെന്ന് ഞാൻ അറിയുന്ന ഒരു സമയം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്കൊരു 3 വയസ്സ് തൊട്ട് ഞാൻ എൻ്റെ അപ്പയുടെ നാട്ടിലാണ്, അവരുടെ ഇതിലാണ് ഞാൻ വളർന്നത്. അപ്പോൾ അവിടെ ഞങ്ങളുടെ നാടെന്ന് പറയുമ്പോഴത്തേക്ക് അവിടെ ഒരു ആ ടൈമിലൊന്നും ഈ കണ്ണാടിയുള്ള അലമാരയൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ എൻ്റെ അച്ഛൻ്റെ ചേട്ടൻ്റെ മോളുടെ കല്യാണത്തിന് അവരുടെ വീട്ടിൽ നിന്ന് വന്നപ്പോൾ കണ്ണാടിയുള്ള അലമാര കൊണ്ടുവന്നു. അന്നേരം എല്ലാവരും അതിൽ നിന്നിട്ട് ഡ്രസ്സ് ചേഞ്ച് ചെയ്യുന്നതൊക്കെ സാരിയെ കൊടുക്കുന്നത് കണ്ടിട്ട് ഞാൻ എൻ്റെ ഡ്രസ്സ് ഇതാക്കാൻ വേണ്ടിയിട്ട് എനിക്ക് കാണാനുള്ളൊരു ക്യൂരിയോസിറ്റി ഉണ്ട്. ഞാനും പോയി നിന്നപ്പോഴാണ് ഞാൻ കാണുന്നത് എനിക്കിങ്ങനെ അവരെ വെച്ചിട്ട് ഞാൻ എന്നെ കമ്പയർ ചെയ്ത് നോക്കിയപ്പോഴത്തേക്കും ഞാൻ ഭയങ്കര കൈയാണെങ്കിലും കാലാണെങ്കിലും അങ്ങനെയൊക്കെ ഉള്ള ഒരു ഡിഫറൻസ് മനസ്സിലാക്കി. അന്നാണ് ഞാൻ അറിയുന്നത് എനിക്കിങ്ങനെ ഒരു ഡിസബിലിറ്റി ഉണ്ടെന്നുള്ളത്. അന്ന് ആ കല്യാണം വീഡിയോ എപ്പോഴും കാണുമ്പോൾ എനിക്ക് ശരിക്കും സങ്കടം വരും. കാരണം വെച്ചാൽ അന്ന് അത് റിയലൈസ് ചെയ്തതിന്റെ ഫുൾ ഷോക്ക് എനിക്ക് ആ ഒരു ഏജിൽ തന്നെ എനിക്ക് നല്ല ഇതുണ്ട്. എനിക്ക് അതാണ് ഫസ്റ്റ് അന്നാണ് ഞാൻ കാണുന്നത്. എല്ലാവർക്കും ഞങ്ങളെപ്പോലുള്ള ഇങ്ങനെ അല്ലെങ്കിൽ പോലും ഞാനൊരു ഡിസബിലിറ്റി പേഴ്സൺ ആണെന്ന് റിയലൈസ് ചെയ്യുന്ന എല്ലാവർക്കും ഇങ്ങനെ ഒരു സ്റ്റോറി ഉണ്ടാവും.
കോമൺലി എല്ലാവർക്കും അങ്ങനെ ഒരു ഷോക്കിംഗ് ആയിട്ടുള്ള സ്റ്റോറി ഉണ്ടാവും. എപ്പോഴാണ് മനസ്സിലായതപ്പോ ഇങ്ങനെ ഒരു ഡിസബിലിറ്റി ഉണ്ടെന്ന് നിഖിലേട്ടന്? എനിക്ക് ശരിക്കും പറയാൻ തോന്നിയത് അത്ഭുതദ്വീപ് സിനിമയുടെ സെറ്റിൽ വെച്ച്. അത് പറയാന്ന് വെച്ച് കഴിഞ്ഞാല് ഞാൻ 4ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയമാണ്. അപ്പം ആദ്യമായിട്ട് സിനിമയിലേക്ക് അവസരം കിട്ടി. അപ്പോൾ എനിക്ക് വലിയ ആരും ചെയ്യുന്ന കാര്യമൊന്നും ഞാൻ ചിന്തിക്കുന്നില്ല. കുറച്ചാൾ സ്കൂളിൽ പോയിരിക്കാമല്ലോ, സമാധാനം കിട്ടും, നമ്മളെത്രയാണത്. നമ്മൾ ചെന്നപ്പോൾ അന്നും നമ്മളെ പോലെ സോഷ്യൽ മീഡിയ, മൊബൈൽ അങ്ങനെയുള്ള സാധനങ്ങളില്ല. ചെന്നപ്പോൾ എന്തോ എൻ്റെ സൈസിനകത്ത് നിൽക്കുമല്ലേ എപ്പടപ്പെടാത്ത നിരന്ന്. ഓരോ ചിലതിന് മീശയുണ്ട്, ചിലതിന് മീശയില്ല, ചിലതിന് താടിയുണ്ട്, ചിലതിന് മുടിയില്ല, കഷണ്ടി മാത്രം. അപ്പോൾ നമ്മൾ പൊത്തി പിടിച്ചിടക്കി എത്തിക്കും. അപ്പോൾ അവൻ എന്തുകൊണ്ട് പോലെ. അപ്പോൾ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും എടാ പോടാന്ന് വിളിക്കുന്നു. അപ്പോൾ ഞാനും ഇല്ല എന്തോട്ടാ ചോദിക്കുന്നത് എന്താ എൻ്റെ അപ്പൻ്റെ പ്രായമുള്ളതൊക്കെ ചെയ്ത് 3 മാസത്തെ ഷൂട്ടായിരുന്നു, അല്ല 6 മാസത്തെ ഷൂട്ടായിരുന്നു ഉണ്ടായിരുന്നു. അപ്പം വിട്ടിട്ട് പാരൻസ് അങ്ങ് പോയി. ഞാൻ ഉയരം കുറഞ്ഞ ആളാണെന്നും എന്നെക്കാട്ടിലും ഉയർന്ന പ്രായത്തിലുള്ള ആളുകളാണ് എനിക്കൊപ്പം നിൽക്കുന്നത് എനിക്ക് മനസ്സിലായത് ആ സെക്കൻഡിലാണ്. ഈവനിങ് ടൈമിൽ ഞാനും അവരുടെ കൂടെ വെളിയിലിറങ്ങി. അപ്പം ഞാൻ ഒരു ലുങ്കിയൊക്കെ മടക്കി കുത്തി, ഇവർ ചെല്ലുന്നു, സിഗരറ്റ് വലിക്കുന്നു. ഓർക്കണം 4ാം ക്ലാസ്സിൽ പിടിക്കുക. ഞാനൊരു സിഗരറ്റിൻ്റെ പകുതി ഞാൻ വലിക്കാൻ പറ്റിയോ? അതെ, 4ാം ക്ലാസ് പിടിക്കുക, നമ്മളറിയത്തില്ലല്ലോ. അല്ല, അതെങ്ങനെ ആദ്യത്തെ ടൈമിലൊക്കെ വലിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കില്ല? ചുമച്ചു ഛർദി അങ്ങനെയൊന്നും? ചുമച്ചു അവരും അറിയുന്നില്ലല്ലോ, ഞാൻ കൊച്ചി ഇറങ്ങാന്ന് അവരറിയത്തില്ലല്ലോ. അപ്പൊ ഞാനും ചുറ്റു വലിക്കുന്നു, പിന്നെ മറ്റേ ചുണ്ടിനിടെ മറ്റേ വെള്ളപ്പാക്ക് വെക്കുന്നു. 4 ദിവസം കഴിയുമ്പോൾ ഞങ്ങൾ അപ്പവും വരുന്നു, അച്ഛൻ വരുന്നു. ചോദിച്ചപ്പോഴല്ലേ ഇത് അച്ഛനാ അപ്പൂപ്പനാന്നൊക്കെ പറയുമ്പോഴാണ് അറിയുന്നത് 4ാം ക്ലാസ്സിൽ പഠിക്കുന്ന കൊച്ചു പയ്യനാണ്. ഇവര് പറഞ്ഞു ഇവൻ ഞങ്ങളോട് ഞങ്ങളെ കയറിയടാ അളിയാതെ വിളിക്കുന്നത്. അന്നാണ് ഞാൻ ലൈഫിൽ ആദ്യമായിട്ട് അറിയുന്നത് ഞാൻ നോർമലി ഉള്ള ഒരാളിൽ നിന്നും ഉയരം കുറഞ്ഞ ജന്മനാല വൈകല്യം ബാധിച്ച ഒരാളാണെന്നും ഇങ്ങനത്തെ എനിക്കുള്ള വൈകല്യം പോലെയുള്ള അനേകം ലക്ഷോപലക്ഷം ആളുകൾ ഇങ്ങനെ ഉണ്ടെന്ന് ഞാൻ റിയലൈസ് ചെയ്യുന്നു. ആള് കണ്ണാടിയിലാണെങ്കിൽ ഞാൻ നേരിട്ട് ആളുകളോട് തന്നെ ഞാൻ മനസ്സിലാക്കി എടുത്തു. ഇപ്പൊ വിഷമം തോന്നിയോ? അല്ലെങ്കിൽ കുഴപ്പമില്ല? അല്ല, അന്ന് നമുക്കങ്ങനെ വിഷമം തോന്നുന്ന പ്രായമല്ലല്ലോ, കാരണം 10 വയസ്സല്ലേ ഉള്ളു. പിന്നെ വിഷമം തോന്നുന്ന അവസരങ്ങൾ പിന്നീട് ഉണ്ടായിട്ടുണ്ട് കേട്ടോ. കാരണം അതിപ്പം നമ്മൾ പറയുകയാണെങ്കിൽ നമ്മളെ ലൈഫിൽ ചില കാര്യങ്ങൾ ഇപ്പം നമ്മൾ വിദ്യാഭ്യാസത്തിലോട്ടൊക്കെ വരുമ്പോഴേ നമുക്ക് തോന്നുന്നില്ല നമുക്ക് പോലീസ് ആവണം, പട്ടാളമാവണം, അല്ലെങ്കിൽ അങ്ങനെ ഉണ്ടായിരുന്നു. എനിക്ക് എന്തുവാ ഒരു IPS ആവണമെന്നൊക്കെ ആഗ്രഹമുണ്ട്. എന്നെ പഠിപ്പിക്കുന്ന സാറ് നേരത്തൊക്കെ കാണുന്നുണ്ടായിരിക്കും, പുള്ളി മര്യാദയ്ക്ക് വരാതെ IPS പഠിക്കുന്നു. അങ്ങനെയൊക്കെ ചെറിയൊരു ആഗ്രഹമൊക്കെ ഉണ്ടായിരുന്നു. വലിയ ഭ്രാന്തമായ ആഗ്രഹമൊന്നും അല്ലായിരുന്നു. ഉയരം ഉണ്ടായിരുന്നെങ്കിൽ നമുക്ക് എന്തെങ്കിലുമൊക്കെ പരിഗണനകൾ, ബൈക്ക് ഓടിക്കാൻ പറ്റിയേനെ, കാർ ഓടിക്കാൻ പറ്റിയേനെ, കൂടുതൽ ഓടിയെത്താൻ പറ്റിയേനെ, അങ്ങനെ കുറെ ആഗ്രഹങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ഉയരം കുറഞ്ഞതുകൊണ്ട് ഇതൊരു അനുഗ്രഹമാണെന്ന് മനസ്സിലായത് സിനിമാ മേഖലയിലും അല്ലെങ്കിൽ എന്നെ ആളുകൾ കാണുന്നതിൽ 100 പേരിൽ 90 പേര് സാധാവാണെങ്കിൽ ബാക്കി 10 പേര് എന്നോട് എന്നിൽ എന്തോ ഒരു സന്തോഷമുണ്ടെന്നും ഞാനൊരു എനർജറ്റിക് പേഴ്സൺ ആണെന്നും കാണുന്ന 10%. അപ്പൊ അതിൽ എനിക്ക് ഉയരം കുറഞ്ഞതിൽ അതിൽ എനിക്ക് ഏറ്റവും എന്നെ പഠിപ്പിച്ചു തന്ന ഒരാളുണ്ട്, അറിയാമായിരിക്കും, വിജയകൃഷ്ണൻ. ആള് ഒരു സിനി ആർട്ടിസ്റ്റ് ആണ്. ആള് ഞാൻ എന്ത് സ്റ്റാറ്റസ് ഇട്ടാലും അതിനിടയിൽ എന്നെ തെറി പറഞ്ഞിട്ട് ആള് വന്നിട്ട് എന്നെ ഇത് മാറ്റിയെടുക്കത്തുള്ളൂ. കാരണം വെച്ചാൽ ഞാൻ പറഞ്ഞില്ല, എനിക്ക് ഒരുപാട് പ്രണയങ്ങളുണ്ടായിരുന്നു. അതിലെല്ലാം ബ്രേക്കപ്പിന്റെ അവസാനം ഞാൻ മരിക്കാൻ പോവാണ്, എനിക്ക് ജീവിതം അവസാനിച്ചു, ഞാൻ അങ്ങനെ കുറേ സ്റ്റോറീസ് ഞാനിങ്ങനെ പുള്ളി ഇതെല്ലാം കണ്ടിട്ട് പറഞ്ഞ് എന്താണ് പ്രശ്നം, അങ്ങനെയാണ് ഇങ്ങനെയാണ്. പുള്ളി എന്നെ ഇതായിട്ട് മാറ്റിയെടുക്കുക. നമ്മൾ അവർക്ക് വേണ്ടിയിട്ടല്ല ചെയ്യണം, നമ്മൾ നമുക്ക് വേണ്ടിയിട്ട് ജീവിക്കണം. നമ്മളിലൊരു എനർജി ഉണ്ടെന്ന് നമ്മൾ ആദ്യം മനസ്സിലാക്കണം. നമ്മൾ അതിൽ വേണം നമ്മൾ പവർ കണ്ടെത്തി നമ്മൾ രക്ഷപ്പെടാൻ. അല്ലാതെ ഒരു പെണ്ണ് വന്നിട്ട് പോയെന്ന് പറഞ്ഞിട്ട് നമ്മൾ അതിൽ ഡൗണായി പോകാൻ പാടില്ല. നിനക്കൊരു കഴിവുണ്ട്, എന്നെക്കാട്ടിലും കഴിവ് നിനക്കുണ്ട്. അഭിനയ രംഗത്ത് നിനക്കറിയത്തില്ല, നിന്റെ പെർഫോമൻസിൽ നീ കാണിക്കുന്ന ടാലന്റ് എത്രത്തോളം വലുതാന്ന് നിനക്കറിയത്തില്ല. നീ അതിൽ തന്നെ സെലക്ട് ചെയ്ത് നീ മുന്നോട്ട് പോവുക. നീ വിചാരിക്കാത്ത ആള് നിന്റെ ലൈഫിൽ വന്നു കയറി. അങ്ങനെ വന്നു കയറിയ ആളാണെന്ന് ഞാൻ അദ്ദേഹത്തിനോട് ആദ്യം ഞാൻ പറയുന്ന കേട്ടോ. ചേട്ടാ ഇങ്ങനെ ആൾ വന്നിട്ട് ഫോട്ടോ ഇട്ട് കൊടുത്തപ്പോൾ ആളും പറഞ്ഞു
സെറ്റാണ്. ഒന്നും കണ്ണു പൊട്ടി നീ ഓക്കെ പറഞ്ഞു. കാരണം 3.5 കൊല്ലം കാത്തിരുന്ന ആളാണല്ലോ. അയ്യോ അതോടെ പറഞ്ഞ പുള്ളി വിശ്വസിച്ചില്ല. ഞാൻ ആദ്യം എനിക്കിപ്പോഴും വിശ്വസിക്കാൻ പറ്റുന്നില്ല പുള്ളി ഈ കാലഘട്ടത്തിൽ. അല്ല പുള്ളി ആദ്യം പറഞ്ഞു കള്ള നീ ജമിനിക്കകത്ത് എഡിറ്റ് ചെയ്തിട്ടുള്ളത് ഓട്ടയില്ലേ. ഇല്ല ഇപ്പോഴും ആ വീഡിയോക്ക് അടിയിലുണ്ട് ഓൾമോസ്റ്റ് ഒരു 10-20 കമന്റ്സ്. ജമിനിക്ക് ഇങ്ങനെ ചേട്ടാ സെറ്റ് ചെയ്യും. എന്തിനാ എന്റെ സ്വന്തം കൂടെ പറപ്പ് എന്റെ ചേട്ടൻ പോലും വിശ്വസിക്കില്ല. ആണെന്ന് പറഞ്ഞു എല്ലാവരും. ഇവരുടെ ഫാമിലി ഫുൾ അങ്ങനെ തന്നെ പറഞ്ഞു. എനിക്ക് AI ആണ് എന്നുള്ളതല്ല, പക്ഷെ ഒരു 3.5 കൊല്ലം ഒരാളെ പറ്റി ഒന്നും അറിയാതെ ആള് നമുക്ക് ഒന്നും അറിയാതെയൊന്നുമില്ല. വേണ്ടി കാത്തിരിക്കുന്നുണ്ടോ? ഞാൻ ഫുള്ള് ഫ്ലോപ്പ് അല്ല ഫോളോ അപ്പ് ചെയ്യുന്നുണ്ട്, അപ്ഡേറ്റ് ആണ്. ഞാൻ ആളെ പറ്റി അപ്പൊ ചോദ്യം വരും, നെഗറ്റീവ് പറയുന്ന ആൾക്കാരെ എന്തുകൊണ്ട് സ്റ്റോപ്പ് ചെയ്തില്ല, അവരുമായിട്ടുള്ള കോണ്ടാക്ട് എന്തിന് കണ്ടിന്യൂ ചെയ്തു? നമ്മൾ ഒരുപാട് ഇഷ്ടപ്പെടുന്ന ആളെ ഇത്രയും നെഗറ്റീവായിട്ട് പറയുമ്പോൾ എന്തിനാ അവരുമായിട്ടുള്ള ഫ്രണ്ട്ഷിപ്പ് എന്തിനെ കണ്ടിന്യൂ ചെയ്തു എന്നൊരു ക്വസ്റ്റ്യൻ മാർക്ക് ഉണ്ട്. എന്തിനാ കണ്ടിന്യൂ ചെയ്ത് എനിക്കെല്ലാം അറിയാലോ. അതായത് എനിക്ക് അപ്ഡേറ്റ് ചെയ്യണം, എനിക്ക് എല്ലാവരുടെയും അവരുടെ കാര്യങ്ങളെല്ലാം എനിക്ക് അറിയാം. നെഗറ്റീവ് ആണെങ്കിൽ പോലും ആൾ ഓരോ ഡേ എങ്ങനെയാണെന്നുള്ളത് എനിക്ക് അറിയണ്ടേ. സെറ്റാക്കി വെച്ചിട്ടുണ്ടായിരുന്നോ ഏതെങ്കിലും കമ്പനിക്കാരനെ? ഇല്ല ഇവരുടെ ഗ്രൂപ്പിലുള്ള 1-2 പേഴ്സൺസ് എന്റെ ഫ്രണ്ട്സ് ആണ്. അപ്പൊ അവര് തന്നെയാണ് എല്ലാ കാര്യങ്ങളും. ഇപ്പൊ ഈ പുള്ളി എന്തെങ്കിലും പ്രോഗ്രാമിന് പോയാൽ പോലും ഇന്ന പ്രോഗ്രാമിന് പോയിട്ടുണ്ട്, അവിടെ ഏതോ ഒരു പെണ്ണൊരു കണക്ഷൻ. ഇപ്പൊ ഈ പറഞ്ഞ എക്സ് എന്ന് പറഞ്ഞ ആളുണ്ടല്ലോ, ഈ ആള് തന്നെ എന്റെ അടുത്ത് നീ എന്താ ചോറ് കഴിച്ചാൽ മീൻ വറുത്ത കഴിച്ചാൽ മറ്റേതാ ഇവിടെ പോയി അങ്ങനെ അപ്ഡേറ്റ് ആയിട്ട് എല്ലാ കാര്യങ്ങളും ചിന്തിച്ചിട്ടാണ് ഇവിടെ പോയി പറയുന്നത്. ഇയാള് പറയുമ്പോഴും ഈ പറയുന്ന ആൾ എന്നോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ട്. ഇവർക്ക് എന്താന്നറിയാം, ഇവർക്ക് നമുക്കൊരാളെ പറ്റിയിട്ട് നോണ പറയണോന്ന് വിചാരിച്ചോ, നോണ പറയുന്ന ആർക്കെങ്കിലും അങ്ങ് പറഞ്ഞ് അങ്ങ് സമാധാനം കണ്ടെത്തുക. അങ്ങനെ ഇവര് കണ്ടെത്തിയ ആളാണ് ഞാൻ. പക്ഷെ ഞാൻ എങ്ങനെയാണ് ഈ വ്യക്തി പറയുന്ന വ്യക്തിയെടുത്ത് എന്റെ മനോഭാവം എന്താണെന്ന് ഇവർക്ക് അറിയുന്നില്ല. മനസ്സിലായില്ലേ? അതിലാണ് ഞാൻ ഫുള്ള് ആളെ പറ്റിയിട്ട് എല്ലാം എനിക്ക് ഞാനൊന്നും അങ്ങോട്ട് പോയിണ്ടാ നിഖിലത്തെ എങ്ങനെയുണ്ട് എന്താ ഒന്നും അന്വേഷിക്കണ്ട. ഞാൻ അന്വേഷിക്കാതെ തന്നെ എനിക്ക് എല്ലാം കിട്ടിക്കൊണ്ടിരിക്കുക. നിഖിൽ ഇപ്പൊ ബ്രേക്കപ്പ് ആയിട്ടുണ്ട്, അടുത്ത ആളുമായിട്ട് കമ്മിറ്റഡ് ആണ്, അവരിവിടെയാണ് അവിടെയാണ്, എല്ലാം എനിക്ക് അപ്ഡേറ്റ്. ഞാൻ 3.5 years ഒന്നും അറിയാതെ വെയിറ്റ് ചെയ്തല്ല, എല്ലാം അറിഞ്ഞ് വെയിറ്റ് ചെയ്താണ്. ഞെട്ടിപ്പോയൊരു സംഭവം എന്താ പറയാ, ആളെന്നെ പ്രൂഫ് കാണിച്ച് ഞാൻ ബ്ലോക്ക് ചെയ്ത് പോയെന്ന് പറഞ്ഞില്ലേ. ഈ ബ്ലോക്ക് ചെയ്ത് പോയതിനു ശേഷം ആള് ഭയങ്കര ഡൗൺ ആയിപ്പോയി. കാരണം പിന്നെ എൻ്റെ അപ്ഡേഷൻസ് ഒന്നും പുള്ളിക്ക്, ഞാനിടുന്ന പോസ്റ്റ്, ഞാനിടുന്ന റീൽസുകൾ, ഇതൊന്നും പുള്ളിക്കാരത്തേക്ക് കാണാൻ പറ്റാത്ത ഫുള്ള് ഞാൻ ഹൈഡായിപ്പോയി. അങ്ങനെ ഇപ്പം പറഞ്ഞ ആള് പറയുന്ന മറ്റ് ഫ്രണ്ട്സ് മുഖേന, അതായത് ആളിന് നോർമലി ഉള്ള ചില ഫ്രണ്ട്സ് എൻ്റെ ഇൻസ്റ്റയിലെ ഫ്രണ്ട്സാണ്, എൻ്റെ ഫോളോവേഴ്സാണ്. അവർ വഴി ഞാനിടുന്ന പോസ്റ്റുകളെല്ലാം ഫുള്ള് ആൾ സ്ക്രീൻഷോട്ട് ചെയ്ത് ആൾ സേവ് ചെയ്യാൻ തുടങ്ങി. ഈ സ്റ്റോറീസ് അടക്കം ഇതെല്ലാം ഞാൻ പറഞ്ഞില്ല, ഞാൻ ഇഷ്ടം പറഞ്ഞ ആ നിമിഷത്തിന് എന്നോട് ഇതെല്ലാം ഇങ്ങനെ റിവീൽ ചെയ്തിട്ടു. ഇതിങ്ങനെ ഇതെല്ലാം ഞാൻ അന്ന് തൊട്ടേ ഉറുമ്പ് അരിമണി പറക്കി സൂക്ഷിക്കുന്ന പോലെ ഞാൻ സേവ് ചെയ്ത് വെച്ചിരുന്നു. ഞാനപ്പോൾ ഇപ്പം ചേച്ചി ചോദിച്ച പോലെ ഞാൻ ചോദിച്ചു, പ്രതീക്ഷ ഉണ്ടായിരുന്നു ഞാൻ വരുമെന്ന്. ഏപ്രിൽ ഫുള്ളൊന്നും അല്ലല്ലോ. എനിക്ക് കിട്ടുമെന്നൊന്നും പ്രതീക്ഷയില്ലായിരുന്നു. ആരിൽ നിന്നും എനിക്ക് തട്ടിപ്പറിക്കണമെന്നും ആഗ്രഹമില്ല. ലോകത്തെവിടെയാണെങ്കിലും നിഖിലായിട്ട് ഹാപ്പി ആയിട്ടിരിക്കുക, എന്നോട് അല്ലെങ്കിൽ മറ്റൊരാളുടെ കൂടെ ഹാപ്പി ആയിട്ടിരിക്കുക, അതെൻ്റെ ഒരു ആഗ്രഹമായിരുന്നു. പക്ഷേ നിഖിലായിട്ടിന് അറിയേണ്ടുന്ന ചില കാര്യങ്ങളുണ്ട്, അതെനിക്ക് അറിയിക്കാനെ കൊണ്ടാണ് അന്ന് ഞാൻ ഫോൺ വിളിച്ചത്. പക്ഷെ നിഖിലായിട്ടൻ അന്ന് ചിന്തിച്ചത് എല്ലാവരെയും പോലെ ഞാൻ കുറ്റപ്പെടുത്താൻ വിളിക്കുന്നതാണെന്ന് നിഖിലായിട്ടിന് തോന്നി. ശരിയാണ്, എനിക്ക് അങ്ങനെയാണ് തോന്നിയത്. പക്ഷെ ആളെന്ന് തന്നെ വിളിച്ചതിൻ്റെ കാര്യം പിന്നീട് ആളെന്നോട് പറഞ്ഞപ്പോഴാണ് എനിക്ക് മനസ്സിലായത്, എൻ്റെ പുറകിൽ നിന്ന് എന്നെ സേവ് ചെയ്യുന്നു എന്ന് എന്നെ ബോധ്യപ്പെടുത്തിയ ആളുകൾ തന്നെയാണ് എന്നെ കുത്തുന്നത് എന്ന് എന്നെ ബോധ്യപ്പെടുത്താൻ ആൾ വന്നത്. പക്ഷേ എനിക്കതെന്നേരം അത് കേൾക്കാൻ പറ്റിയ ഞാനും കൊടുത്തില്ല. എൻ്റെ ഒരു എടുത്തിയാട്ടത്തിൽ ഞാനത് അവളെ കൊണ്ട് അത് ബ്ലോക്ക് ചെയ്ത് പോയി. പക്ഷെ ആള് പിന്നീട് എന്നോട് പറഞ്ഞെങ്കിലും എനിക്കെന്തോ അത് അവരെന്ന് എനിക്ക് ബ്ലോക്ക് ചെയ്ത് പോകാൻ പറ്റുന്നില്ല, ഞാനത് ചെയ്യാനും ശ്രമിച്ചില്ല. പക്ഷേ ആളെൻ്റെ ലൈഫിൽ വന്നതിന് ശേഷം ഒരുപാട് പ്രശ്നങ്ങൾ വീണ്ടും ഉണ്ടായപ്പോൾ ആളെന്നോട് പ്രതികരിച്ചു. അങ്ങനെയല്ല, അവരെ പറഞ്ഞത് ഡ്രോപ്പ് ചെയ്യിക്കണം, നിർത്തിക്കണം, ഇനി അതിൻ്റെ ആവശ്യമില്ല, അത് നീരാട്ടം തന്നെ പ്രതികരിച്ചെങ്കിൽ മാത്രമേ അത് അവിടെ നിൽക്കൂ എന്ന് പറഞ്ഞ് എന്നോട് പിണങ്ങിയിട്ട് വരെയൊക്കെ ഉണ്ട് കേട്ടോ. ഞാൻ തന്നെ ലാസ്റ്റ് ഫൈനലായിട്ട് ഒരു നമ്മളെല്ലാ കാര്യത്തിനും ഒരു ക്രോസിംഗ് ലിമിറ്റ് വെച്ചിരിക്കും. എന്ത് കാര്യം നല്ലതിനായാലും പോസിറ്റീവായാലും നെഗറ്റീവ് ഒരു ലിമിറ്റ് നമ്മൾ വെച്ചിരിക്കും. ആ ലിമിറ്റ് കഴിഞ്ഞ് ഈ പറയുന്ന നെഗറ്റീവ്സ് വേറൊരു തരത്തിലോട്ട് പോയി. ആ തരത്തിലോട്ട് പോകുമ്പം പുള്ളിയുടെ ജീവിതം മാത്രമല്ല
ഓപ്പോസിറ്റ് നിൽക്കുന്ന ഗേൾസ് ഉണ്ട്, അതായത് ഇവർ പറഞ്ഞ മുൻപ് ഉണ്ടായിരുന്ന റിലേഷൻഷിപ്പിൽ ഉണ്ടായിരുന്ന പെൺകുട്ടികളെ ബാധിക്കുന്ന രീതിയിൽ ടോക്കുകൾ വന്നു. ആ ടോക്കുകൾ വന്നപ്പോഴത്തേക്ക് ഞാൻ ഇടപെട്ട് സംസാരിച്ചു, അവരെ കൊണ്ട് സ്റ്റോപ്പ് ചെയ്യിച്ചു. അപ്പം ഈ 3.5 കൊല്ലത്തിന് ശേഷം നിഖിലേട്ടൻ തിരിച്ചു വന്നില്ലായിരുന്നെങ്കിൽ, അല്ലെങ്കിൽ ഇഷ്ടം പറഞ്ഞില്ലായിരുന്നെങ്കിൽ എന്തായിരുന്നു പ്ലാൻ? ഞാൻ പിന്നെ ഇപ്പോൾ പഠിക്കാൻ ഞാൻ CCA കോഴ്സ് സെൻറ്ററിൽ ജോയിൻ ചെയ്യുന്ന ടൈമിലൊന്നും ഞങ്ങൾ കോണ്ടാക്റ്റ് ഇല്ല. അന്നേരം ഞാൻ എടുത്തൊരു ഡിസിഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ കോഴ്സ് 3 മന്ത് ആയിരുന്നു. ആ കോഴ്സ് കഴിഞ്ഞ ഉടനെ എന്തായാലും ഞങ്ങൾക്കൊരു അവർ തന്നെ പ്ലേസ്മെൻറ്റും ചെയ്യും. ആ പ്ലേസ്മെൻറ്റ് ഒരിക്കലും കേരളത്തിലായിരിക്കത്തില്ല എന്ന് ഞാൻ ഓൾറെഡി ജോയിൻ ചെയ്യുന്ന ടൈമിൽ തന്നെ ഞാനതൊക്കെ കൺഫേം ചെയ്തിട്ടാണ് ജോയിൻ ചെയ്യുന്നത്. ഉറപ്പായിട്ടും ഞാൻ പുറത്ത് സ്റ്റേറ്റിലോട്ട് പോകാൻ തന്നെ, അതുപോലെ തന്നെ ചെന്നൈയിലോട്ട് എത്തുകയും ചെയ്തു.